ഹാപ്പി വിഷു മോളെ. അല്ല, എന്റെ മരുമോന്റെ ഷർട്ട് നിനക്ക് നല്ല ചേർച്ചയുണ്ടല്ലോ മോളെ. ജീവിതം മുഴുവനും ഈ ചേർച്ച ഉണ്ടായിരിക്കണം. ഇരിക്കൂ ഡാഡി. ഡാഡിക്ക് ഞാൻ ചായ കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട മോളെ, ഡാഡിക്ക് ഇപ്പൊ തന്നെ മടങ്ങിപ്പോണം. നിന്റെ മമ്മി അറിയാതെ ഡാഡി വന്നത്. നിനക്ക് കൈനീട്ടം തരാൻ. മമ്മിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്. നിന്റെ മമ്മിയെ നിനക്കറിഞ്ഞൂടെ? ഇവിടെ വരാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്ക്. മോക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡാഡിയോട് പറയണം. അല്ല, എന്റെ മരുമോൻ എവിടെ? അല്ല, ഇതാരാ? സാറാ പോന്നു. ഞാൻ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ വിഷുവായതുകൊണ്ട് ഒരു പായസം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചിന്താവിഷയം. അല്ല, സാർ ഇരിക്കുന്നില്ല? അത് ഇനി ഒരിക്കലാകാം. ഇത് ആദ്യത്തെ സന്ദർശനമല്ലേ. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതം? ഓ, പരമസു. ഞങ്ങൾ രണ്ടു കാര്യങ്ങളിൽ മാത്രമേ ഇതുവരെ ഉടക്കിയിട്ടുള്ളൂ. ആദ്യമേ വന്ന് എന്റെ ഈ തലയെക്കടഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒക്കുകയല്ലെന്ന്. പിന്നെ സാറിനെ അമ്മാവാന്ന് വിളിക്കാൻ. പക്ഷെ അമ്മാവാന്ന് വിളിച്ച് എന്റെ അമ്മായി അച്ഛനെ അങ്ങനെ വയസ്സനാക്കാൻ പറ്റുകയില്ലെന്ന് ഞാനും പറഞ്ഞു. ഞാൻ പാർവതിക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കാൻ വന്നത്. ഓഹോ, എന്നെ ഒഴിവാക്കിയോ? ഏയ്, ഒരിക്കലുമില്ല. മോളെ കണ്ട സന്തോഷത്തിൽ മറന്നുപോയതാ. എന്റെ കൈനീട്ടം വലിയ രാശിയുള്ളതാണെന്നാണ് എന്റെ ഏറ്റവും വലിയ ശത്രുവായ ഭാര്യ പോലും പറയാറുള്ളത്. അമ്മയോട് ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറഞ്ഞേക്കണം. പറഞ്ഞേക്കാം. വരട്ടെ മോളെ. പാർക്കുട്ടിയെ, ഏതായാലും നിന്റെ ഡാഡി ഇഞ്ഞെത്തി. ഇനിയിപ്പം അമ്മയും താനെ അങ്ങ് വന്നോളൂ. അയ്യോ, ഉച്ചയ്ക്ക് ഉണ്ണാൻ ഡാഡിയെ കൂടെ വിളിക്കാമായിരുന്നു. വിളിച്ചിട്ടെന്താ കാര്യം? മാണിക്കെങ്കിലും വിടണ്ടേ? അനിവാ, പായസം. നമ്മുടെ പെമ്പറന്നവർക്ക് ചീട്ടെന്ന് വെച്ചാലേ ബദ്ധവിരോധമാണ്. ആന് നേരെ മറിച്ച ഞാൻ 24 മണിക്കൂറും ചീട്ട് കളിക്കണമെന്ന അവക്ക്. അപ്പൊ ഞാൻ പുറത്തു പോകത്തില്ലല്ലോ. അവക്ക് തോക്ക് കണ്ട ദേഷ്യമാ. അവളുടെ ദേഷ്യം കണ്ട എനിക്ക് വെടിവെക്കാനുള്ള താല്പര്യം കൂടും. ഇങ്ങനെ ചിരിക്കരുതെന്ന് ആനി പറഞ്ഞിരിക്കുന്നത്. ആനി, ആനിയേ, വിളിച്ചോ? പുറത്താരോ വന്നിരിക്കുന്നു, നോക്കിക്കേ. കാർഷെറ്റ് പണിയണമെന്ന് പറഞ്ഞിരുന്നു. അത് എവിടെയാണെന്നൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ. ആ കാർഷെറ്റ് പണിയാനുള്ള ആൾ വന്നിരിക്കുന്നു. അത് എവിടെയാണെന്നൊന്ന് കാണിച്ചു കൊടുത്താ പിന്നെ ശല്യമല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ കളിക്കൂ? ഒരു 15 മിനിറ്റിന് കാര്യമല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ കളിക്കാം. മിസ്റ്റർ ഉണ്ണിത്താന് ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ? തുടങ്ങാം. വീട്ടില് പെമ്പിള്ളേര് കിടന്ന് വലിയ ബഹളമാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഉടുപ്പ് തിന്നണമെന്നും പറഞ്ഞു. അവരുടെ അമ്മയ്ക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടം സാരിയും ബ്ലൗസുമാണ്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാ. ഇപ്പൊ തന്നെ ചേട്ടന് ഈ മുണ്ടും ചുബിയും നല്ല ചേർച്ചയാ. ആണല്ലേ? പലരും പറയാറുണ്ട് നമ്മുടെ പെമ്പറന്നോർക്കും ഞാനിത് ഇടുന്നതാണ് ഇഷ്ടം. പക്ഷെ അവൾ സമ്മതിച്ചിട്ടില്ലെന്ന് മാത്രം. അത് ചേട്ടൻ ഞങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് വാരിയതാ. ഒന്നിങ്ങോട്ട് വന്നേ. വീട്ടിൽ 3-4 ആൾക്കാർ വന്നിരിക്കുന്നു. എന്തോ കേസിന്റെ കാര്യത്തിന്. അകത്തേക്ക് വരാം നികുതി. ഇനി ഒരിക്കലാവും. അല്പം തിരക്കുണ്ട്. എപ്പോഴും എങ്ങനെയാട്ടാ? വീട്ടിൽ വരും, പക്ഷെ ഇരിക്കത്തില്ല. വരൂ. പോയ നവറാച്ചോട് പറഞ്ഞാ മതി. ശരി. കേസോ?
കേസും കൊണ്ട് ആര് വന്നിരിക്കുന്നു? ആ തിരുവല്ലായി നാരായണ്ട്. എന്റെ അഡ്രസ് അവർക്ക് എങ്ങനെ കിട്ടി? ഏതായാലും ന്യൂ ഇയർ കൊള്ളാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാർ കേസ് തരും? ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കളിക്കാൻ നാണമില്ലേ? എടി, ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയല്ലേ, പിന്നെ ഇവിടെ വന്നിരുന്ന അല്പനേരം കളിച്ചാലെന്താ? അവരുടെ ഭർത്താവ് എത്ര തവണ അവിടെ വന്നിരുന്ന് കളിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവർക്ക് ചീട്ട് കളിക്കാനുള്ളതാണോ നിങ്ങള്? എടി, നീ പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അല്ല, ഞാൻ അവരുമായിട്ടല്ല കളിച്ചോണ്ടിരുന്നത്, അവരാച്ചനുമായിട്ടാ കളിച്ചോണ്ടിരുന്നത്. ആ ഒന്നും പറയണ്ട, വീട്ടിൽ വാ, സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. എന്താ കാര്യം എന്തുവാന്ന് വെച്ചാ, ഇവന്റെ പേരിൽ ഒരു പോലീസ് കേസുണ്ട്. വസ്തുതർക്കമാണ് പ്രധാന വിഷയം. ആകെയുള്ള ഒരു 12 സെന്റ് സ്ഥലം ഇവന്റേതാണെന്ന് ഇവനും, അതല്ല ഇവന്റെ ചിറ്റപ്പന്റേതാണെന്ന് അയാളും. രണ്ടുപേരും കൂടെ സംസാരിച്ച് വഴക്കന്ന് മൂത്തു. എന്ത് ചെയ്യാം, മനുഷ്യനിപ്പം സ്വത്തും പണവും മാത്രമാണ് ചിന്ത. കഷ്ടം തന്നെ. യവന്റെ ചിറ്റപ്പന് അവിടെ ഒരു ചായക്കടയുണ്ട്. കടയിൽ വെച്ച് 1-2 പറഞ്ഞ് വഴക്കൂടി. അപ്പോഴത്തെ ആവേശത്തിന് യവൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അങ്ങ് കുത്തി. കാര്യമായ കുത്താണോ? കുത്തിയെന്ന് അവര് ചുമ്മാ പറയാ, ഒന്ന് പോറിട്ടു. അവരിവനെ പ്രതിയാക്കി കേസ് കൊടുത്തിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാ സാറിനെ കാണാൻ വന്നത്. നിങ്ങൾ ചിറ്റപ്പനെ കണ്ട് മാപ്പ് പറയണം, വീണ്ടും ഗമ്യതയിൽ കഴിയുകയും വേണം. അതാണ് നല്ലത്. അല്ല, അവര് കേസ് കൊടുത്തിരിക്കുക. പക്ഷേ നമ്മൾ എത്ര വാദിച്ചാലും ഈ കേസ് ജയിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അന്യായം നമ്മുടെ ഭാഗത്താണ്. അല്ല, ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ചേട്ടാ, അയാള് കേസ് വായിക്കത്തില്ലെന്നാണോ പറയുന്നത്? അയാൾ വക്കീലൊന്നുമല്ല, വികാരിയത്തിനാ. നീ ഇങ്ങോട്ട് വാ. അല്ല, എന്തെങ്കിലും അന്യായം ചെയ്തവരല്ലേ വക്കീലിനെ കാണാൻ വരുന്നത്? അല്ലാതെ ന്യായം മാത്രം ചെയ്ത് വക്കീലിനെ വന്ന് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ പോടി അവിടെ. പട്ടാപ്പകൽ 100 പേര് നോക്കി നിൽക്കുമ്പോ സ്വന്തം ചിറ്റപ്പനെ കത്തിയെടുത്ത് കുത്തിയവനാണ് കക്ഷി. ഇപ്പൊ അവർ ഇട്ട് നോട്ടും കൊണ്ട് തന്നിട്ട് കോടതി കയറി ഞാൻ കുത്തിയിട്ടേ ഇല്ല എന്ന് വാദിക്കാൻ പറഞ്ഞാൽ മനസ്സാക്ഷിക്കെതിരായി കള്ളം പറഞ്ഞുണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട. അതുകൊണ്ടാ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത്. വേണ്ടടി, വേണ്ട. എനിക്ക് എന്റെ 40 സെന്റ് പുരയിടവും 38 മൂട് തെങ്ങുമുണ്ട്. അതിലൊതുങ്ങുന്ന ജീവിതം മതി എനിക്ക്. നിനക്കല്ലേ കാറും ടെലിവിഷൻ എയർ കണ്ടീഷനും ഒക്കെ വേണ്ടത്? നീ സമ്പാദിച്ചോ. ഒന്ന് സുഖമായിട്ട് അവിടെ കളിച്ചോണ്ടിരുന്നത്. കളിച്ചോണ്ടിരുന്നു. കൊച്ചു കുട്ടിയല്ലേ. അമ്മിണിക്കുട്ടി, അവരാശം ഇങ്ങോട്ട് വന്നോ? ഇല്ല. ഇവിടുത്തെ ആൾ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാണല്ലോ പോയത്. അവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ ആരും വന്നില്ലല്ലോ. അയ്യോ, ഇവരിത് എവിടെ പോയി? പോലീസിന് വല്ല കംപ്ലൈന്റ് കൊടുക്കണോ? ഞങ്ങൾ രണ്ടുപേരെയും വെട്ടിച്ചിട്ട് ഇവര് പിന്നെ ഇത് എവിടെ പോയി? ഒന്നുകൂടി കഴിച്ചൂടായോ? വേണ്ട വേണ്ട. ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ ഒരു പെഗ് കഴിക്കുന്നത് പോലും നമ്മുടെ പെമ്പറന്നവർക്ക് ഇഷ്ടമുള്ള കാര്യം. മിസ്റ്റർ ഉണ്ണിത്താൻ, ഇതുവരെയുള്ള നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ? സംശയമെന്ത്? മനസ്സിനിണങ്ങി ഒരു പെൺകുട്ടിയുടെ ഭർത്താവാകാൻ കഴിയുക, ഒരു അച്ഛനാകാൻ കഴിയുക, അമ്മായി അച്ഛനാകാൻ കഴിയുക, ഇതിൽ പരം സംതൃപ്തിക്ക് മറ്റെന്താ വേണ്ടത്? ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെയെങ്കിലും താലോലിക്കാൻ കഴിയാതെ പോകുന്നത് പോലുള്ള ദൗർഭാഗ്യം മറ്റൊന്നുമില്ല. ഞാൻ എത്രയോ യുദ്ധങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയോ ബഹുമതികൾ നേടിയിരിക്കുന്നു. പക്ഷേ ഈ വയസ്സുകാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല. ഒരുപക്ഷെ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിലും എത്രയോ മനോഹരമാകുമായിരുന്നു. പക്ഷേ ഒന്നുണ്ട് മിസ്റ്റർ ഉണ്ണിത്താൻ, നിങ്ങളോട് മാത്രം ഞാനത് പറയാം. ഒരിക്കലും ഒരു കാരണവശാലും അത് മറ്റാരോടും പറയരുത്. പറയണോ റാച്ചൻ? ഞാൻ ആരോട് പോയി പറയാനാ? മിസ്റ്റർ ഉണ്ണിത്താൻ, നിങ്ങളുടെ സന്നിധിയല്ലേ നിൽക്കുന്നത്? അവറാച്ച, നമുക്ക് പുറത്തേക്ക് പോകാം. കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? നമുക്ക് കുറച്ചിനും പുറത്തു പോയി നിൽക്കാം. താഴെ വെച്ചേക്കൂ.
അല്ല ഇതാരാ? ഇത് ലെഫ്റ്റനന്റ് കേണൽ റിട്ടയർഡ് ഔറാച്ചൻ. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ അവറാച്ചൻ. എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. അല്ല, എന്താ ഇവിടെ? അല്ല, ഞങ്ങൾ എന്നും വൈകുന്നേരം നടക്കാൻ ഇറങ്ങാറുണ്ട്. ഇദ്ദേഹത്തിന് ഒരു സോഡ കുടിക്കണമെന്ന് തോന്നി. നല്ല തണുത്ത സോഡ ഇവിടെ കിട്ടുമെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ട് കയറിയതാ. അല്ല, നിങ്ങളിവിടെ? അല്ല, ഞാനും ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു ഈവനിങ് വാക്കിന് വേണ്ടി ഒന്ന് ഇറങ്ങിയതാ. അപ്പം എല്ലാ ഞായറാഴ്ചയും ഒരു സോഡ ഞാനും കഴിക്കും. അപ്പൊ ഈ തണുത്ത സോഡ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഏതായാലും നമുക്ക് ഒരുമിച്ച് സോഡ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. അങ്ങോട്ടിരിക്കും. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. 3 സോഡ, 3 കൂൾ സോഡ. അമ്മണിക്കുട്ടി, ഞാൻ മോളെ കണ്ടു. ആരെ? പാർവതിയെ. ഷോ, എന്റെ അമ്മണിക്കുട്ടി, നമുക്ക് പറ്റിയ അബദ്ധമേ. പാർവതി എവിടെ താമസിക്കുന്നറിയാമോ? നമ്മൾ തെങ്ങും പുരയിടല്ലേ, അതിന്റെ നേരെ എതിർവശത്ത് റോഡിന്റെ നേരെ തെക്ക് ഭാഗത്താ. എന്നെ കണ്ടോണ്ടേ അവക്ക് വലിയ സന്തോഷമായി. എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. കൊച്ചു വീടാണ്, പക്ഷെ നല്ല സൗകര്യമുണ്ട്. ഞാൻ ചെന്നപ്പോ വീട് നല്ല അടുക്കും ചിട്ടയായിട്ട് വെച്ചിരിക്കുന്നു. ഓ, എന്റെ അമ്മണിക്കുട്ടി എന്നെ കണ്ടോണ്ടേ അവളങ്ങ് കെട്ടിപ്പിടിച്ചു. വീട്ടിലെ കാര്യം പറഞ്ഞപ്പോ അവള് കൊച്ചു പിള്ളേരെ പോലെ കരഞ്ഞു. അവക്ക് വല്ലാത്ത വിഷമമുണ്ട് അമ്മണിക്കുട്ടിയെ കാണാത്തതിൽ. ഞാൻ പറയുന്നത് അമ്മണിക്കുട്ടി ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുതെന്നാ. മാസം 1.5 ഒന്നിട്ടൊന്ന് കണ്ടാലെന്താ? അതെന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ അമ്മയല്ലേ. എന്റെ മുമ്പിൽ വെച്ചല്ലേ അവൾ എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയത്. ആദ്യം അവൾ എന്നെ കാണാൻ വരട്ടെ, അതിനുശേഷമേ ഞാൻ അങ്ങോട്ട് പോകൂ. എന്നാ ഞാൻ പോട്ടെ. ഞാൻ ചെന്നില്ലെങ്കിലേ പുള്ളിക്കാരൻ ഉണ്ണത്തില്ല. കുട്ടികളില്ലാത്ത ദുഃഖം നമുക്ക്, കുട്ടികൾ ഉള്ളവരുടെ ദുഃഖം ഞാൻ നോക്കിയിട്ട് അതിനേക്കാൾ വലുതാ. ആനി എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനിന്നേ പാർവതിയെ കണ്ട കാര്യം അമ്മണിയോട് പറയായിരുന്നു. അവരുടെ മുഖം അങ്ങ് വല്ലാതെയായി. സത്യം പറഞ്ഞ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ആനി എന്തിനാ അതിനിടയാക്കിയത്? ഈ അവസരത്തിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള പരാമർശം അവരിഷ്ടപ്പെടുമെന്ന് ആനി കരുതുന്നുണ്ട്. അവർക്ക് മനപ്രയാസം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്നാ പ്രയോജനം? ഐ എം സോറി. എനിക്ക് ആരെപ്പറ്റിയും പരിതാപം പറയുന്നതോ കുറ്റം പറയുന്നതോ ഇഷ്ടമല്ല. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്ത വായിക്കുന്നത് ശേഖരൻ. മാണിക്യമംഗലം മതിലിനടുത്ത് വരെ എത്തിയിരിക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത. അവരടുത്ത് തന്നെ മകളുടെ വീട്ടിലേക്ക് പ്രവേശനം നടത്തുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പരിപാടി വാറക്കുട്ടി. ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കും. ഞാൻ എത്ര ദിവസമായി പറയുന്നു അവളുടെ വീട്ടിലൊന്ന് പോണോന്ന്. ആരെന്ത് പറഞ്ഞാലും അവളെന്റെ അനീതിയായി പോയില്ലേ. ആഹാ, നിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഞാനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തുവരണ്ടേ? നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. അതൊക്കെ പോണ വഴിക്ക് വാങ്ങിച്ചോണ്ട് പോവാം. അതിരിക്കട്ടെ, എങ്ങനെയുണ്ട്? കുട്ടപ്പനായിട്ടില്ല? കൊള്ളാം. കോൾ റൂം നേരെ വെക്ക്. അമ്മയോട് പോകുന്ന കാര്യം പറയണ്ടേ? നിങ്ങൾ എങ്ങോട്ടാ? ഒന്നും പറയണ്ട അമ്മേ. ഇവളുടെ അനിയത്തിയെ കാണണമെന്ന് പറഞ്ഞ 5-6 ദിവസമായിട്ട് എനിക്ക് കിടക്കപ്രതി. ഇന്ന് പോയാൽ എങ്ങനെയാ മോനെ? വൈകിട്ടല്ലേ എന്റെ കണ്ണ് കാണിക്കാൻ ഡോക്ടറെ കാണാന്ന് പറഞ്ഞിരിക്കുന്നത്.
അനിയത്തി ഇനി എപ്പോ വേണേലും കണ്ടുകൂടെ? കണ്ണിന്റെ കാര്യം അങ്ങനെയാണോ? ഒട്ടും വെച്ച് താമസിക്കരുന്ന ഡോക്ടർ പറഞ്ഞത്. എന്നാ ഒരു കാര്യം ചെയ്യാം സാർ, നമുക്കിനി ഒരിക്കപ്പാ. അമ്മ വരും. പോയിട്ട് വേഗം വരാൻ മതി. പാർക്കുട്ടി, നീ വെറുതെ കൊഞ്ചരുത്. ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പതിവുള്ളതാ. വേണ്ട വേണ്ട, എന്നോട് അന്നേ പറഞ്ഞതല്ലേ 1 വർഷം കഴിഞ്ഞുള്ളൂ എന്ന്. ഇത് അറിഞ്ഞുകൊണ്ട് എന്നെ പറ്റിച്ചതാ. ചേടാ, കല്യാണം കഴിഞ്ഞാലേ ഭാര്യ ഗർഭിണിയാണെന്നൊക്കെ സാധാരണ, അത് പറ്റിച്ചാന്നു. എനിക്ക് മുമ്പേ കല്യാണം കഴിച്ചത് എന്റെ ചേച്ചി. ചേച്ചിക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. അതിനു മുൻപ് എനിക്കല്ലേ അതിന്റെ മോശം. എടി, അതിൽ എന്തുവാടി ഇത്ര മോശം? നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ പോലാണോ ഞാൻ? 24 മണിക്കൂറുവേ ഞാൻ നിന്റെ കൂടെ കഴിയുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഇവിടെ ഓരോരുത്തർ ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടിയിട്ട് പിന്നെ മുരളി കമത്തുന്നു, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സൗകര്യമായിട്ടൊരു കൊച്ചുണ്ടായി കിട്ടിയപ്പോ അവക്കൊരു ദുഃഖം പോയി. വേണ്ട വേണ്ട, എനിക്കിപ്പോ കൊച്ചൊന്നും വേണ്ട. വേണ്ടല്ലോ? വേണ്ട. ഉറപ്പാന്നേ? നാളെ തന്നെ റെഡിയാക്കി നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി പോയിട്ട് അങ്ങ് വേണ്ടെന്ന് വെച്ച് ഒരു ഇഞ്ചക്ഷൻ കേസല്ലേ ഉള്ളൂ. പോടുന്നു. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്നോട് മിണ്ടണ്ട. എന്താ വേണ്ട വേണ്ട, ഇത് നിനക്ക് ആവശ്യമുള്ള എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചത്.